എന്റെ ഭർത്താവ് എന്റെ കൺമുന്നിൽ കിടന്ന് അയ്യോ അയ്യോ എന്ന് കിടന്ന് ആ വേദന കൊണ്ട് പൊളയണത് ഞാൻ മാത്രമാണ് കാണുന്നത്. ഇനി നിങ്ങൾ എന്തൊക്കെ കള്ളക്കഥകൾ മെനഞ്ഞാലും ഇതൊരു വാഹന അപകടമല്ല. യുവാക്കളുടെ മർദ്ദന ആരോപണം തള്ളി പോലീസ് റിപ്പോർട്ട്. പരാതി കള്ളം എന്ന ഫോർട്ട് പോലീസ് തിരുവനന്തപുരം സിറ്റി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. വിശദമായ അന്വേഷണത്തിനും നിജസ്ഥിതി പരിശോധിക്കാനും കമ്മീഷണർ നിർദ്ദേശം നൽകി. പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവാക്കളുടെ കുടുംബം. വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരോ അല്ലെങ്കിൽ വലിയ നിലകളിലുള്ളവരോ ഒന്നുമല്ല, സാധാരണ ആൾക്കാരാണ്. ആ ആൾക്കാർക്ക് ഇത്രയും മേൽത്തട്ടിയിരിക്കുന്ന പോലീസുകാർ വന്ന് ആക്രമിച്ചു എന്ന് പറയേണ്ട ഒരു കള്ളത്തരം ഇല്ല. ഇവര് വെറും ഒരു വാഹന അപകടമാണെന്ന് പറഞ്ഞ് ഇത് എഴുതി അങ്ങ് തള്ളിയ ഇത്രയും കിടന്ന് എന്റെ ഹസ്ബൻഡ് ഇത്രയും കിടന്ന് അവിടെ കിടന്ന് അനുഭവിക്കുന്നു. ഇങ്ങനെ ഇയാൾ ഇങ്ങ് കിടന്നു പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളുടെ കുടുംബം നോക്കും? ഇതൊരു വാഹന അപകടമാണെന്ന് പറഞ്ഞ് എഴുതി തള്ള ഇവിടെ ആരും നിൽക്കണ്ട, അത് നടക്കൂല. ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ മദ്യപിച്ചിരുന്നു. അപ്പൊ പോലീസ് കൈ കാണിച്ചപ്പോ പേടിച്ചിട്ടാവാം, അവരുടെ അപ്പോഴത്തെ ആ ഒരു മൈൻഡ് ആവാം, അവർ വണ്ടി നിർത്തിയില്ല. അതിന് അവരുടെ വണ്ടി നമ്പർ നോക്കിയിട്ട് അതിനുള്ള നടപടി അവരെടുക്കണമായിരുന്നു. അവരെ ചേസ് ചെയ്ത് പോയി അവരെ ഇടിച്ചിട്ട് അവരെ ഇത്ര മാരകമായിട്ട് അടിച്ചോടിച്ച് ഇവിടെ കൊണ്ടിടയല്ല പോലീസുകാർ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എന്തൊക്കെ കള്ളക്കഥകൾ മെനഞ്ഞാലും ഇതൊരു വാഹന അപകടമല്ല.